തയ്യൽ ഗുരുവിലേക്ക് സ്വാഗതം. ഇന്ന് സ്ലീവ് കട്ടിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ആദ്യം സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തയ്യൽ തുമ്പ് വേണം, നമുക്ക് മടക്കി അടിക്കാനായിട്ട് എത്ര തയ്യൽ തുമ്പ് വേണം, അതനുസരിച്ച് നമ്മളൊരു മാർക്ക് ചെയ്യണം. ഓക്കെ, തയ്യൽ തുമ്പ് ഇത് മടക്കി അടിക്കാനാണ്, എത്ര വേണം അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹൈറ്റ്, അതായത് നമുക്ക് ഹൈറ്റ് മീൻസ് സ്ലീവിൻ്റെ സ്ലീവ് ലെങ്ത്, കൈ നീളം എത്ര വേണം. അപ്പോൾ ഇതിപ്പോൾ 9 ഇഞ്ചാണെന്ന് വെക്കുക. അപ്പോൾ 9 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഈ തയ്യൽ തുമ്പ് മടക്കിയടിക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് 9 ഇഞ്ച് നമ്മൾ മേളിലോട്ടൊന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് എന്ത് ചെയ്യണം, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്രയായി? 9.5 ഇഞ്ചായി അല്ലേ. അപ്പോൾ ടോട്ടൽ 9.5 ഇഞ്ച്. അതേ 9.5 ഇഞ്ച് നമുക്ക് എന്ത് വേണം, റൈറ്റ് സൈഡിലും, ഇതിപ്പോൾ അടഞ്ഞ വശമാണെന്ന് വിചാരിക്കുക, ഈ അടഞ്ഞ വശത്താണ് നമ്മളിത് ലെങ്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ അതേ 9.5 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്തു, എത്രയാണോ നീളം അത് നമ്മൾ വലതുവശത്തും കറക്റ്റ് ഇതുപോലെ ഈ മാർക്ക് ചെയ്ത് അവിടെ 9.5 ഇഞ്ച് വച്ചിട്ട് നമ്മൾ 3.5 ഇഞ്ച് ഇത് ഷേപ്പിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഓക്കെ, കൈക്കുഴിയുടെ ഷേപ്പിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എത്ര വീതി വേണമെന്നറിയണ്ടേ? എത്ര വീതി വേണമെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തല്ലേ നമുക്ക് തുണിക്ക് ആവശ്യമുള്ള വീതി വേണ്ടത്. അപ്പോൾ ആ വീതി കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ സപ്പോസ് 36 ഇഞ്ചാണ് ബ്രസ്റ്റ് റൗണ്ട് എന്ന് വയ്ക്കുക, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, 4 ഇഞ്ച് കൂട്ടത്തില്ലേ, ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് 4 ഇഞ്ച് കൂട്ടും. അപ്പം നമുക്ക് എത്ര കിട്ടി, 40 ഇഞ്ച് കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ 4/1 എത്രയാണ്, 40 ഇഞ്ചിൻ്റെ 4/1 10 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ ആ 10 ഇഞ്ച് എന്ത് ചെയ്തു, നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഈ 3.5 ഇഞ്ച് വരുന്നിടത്ത് നമ്മൾ വീതി 10 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ അല്ലേ. 10 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യണം. ഈ 10 ഇഞ്ച് നമ്മൾ തയ്ക്കുന്ന സമയത്ത് തയ്യൽ തുമ്പ് എല്ലാം കൂടെ ചേർത്താണ് വരുന്നത് കേട്ടോ. ഈ 10 ഇഞ്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് തയ്ക്കുമ്പോൾ കറക്റ്റ് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് വരും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൈക്കുഴിയുടെ ഷേപ്പ് കൊടുക്കുന്നത്. ഷേപ്പ് കൊടുക്കുമ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും. 1.5 ഇഞ്ച് നമ്മൾ നേരെ വരണം, 1.5 ഇഞ്ച് നേരെ വരും അല്ലേ. 1.5 ഇഞ്ച് ഇങ്ങനെ നേരെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കൈക്കുഴിയുടെ ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കർവ് കൊടുക്കുക. 10 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ കൈക്കുഴിയുടെ ഷേപ്പ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യണം. സ്ലീവ് റൗണ്ട് ഇപ്പോൾ 5.5 വയ്ക്കുക. എക്സ്ട്രാ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നതിനൊരു പിശുക്കൊന്നും കാണിക്കണ്ട. ആദ്യമായിട്ടൊക്കെ പിന്നെ തയ്ക്കുന്നവർക്ക് തയ്യൽ തുമ്പൊക്കെ ഇച്ചിരി കിടക്കുന്നതൊക്കെ നല്ലതാണ്. ഇച്ചിരി പശക്ക് വന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ചരിച്ചൊരു വര ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ വെച്ചാണ് നമുക്ക് മടക്കി അടിക്കേണ്ടത് അല്ലേ. ഇവിടെ വെച്ചാണ് നമുക്ക് മടക്കി അടിക്കേണ്ടത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ തുണിയിൽ തയ്യൽ തുമ്പ് എത്ര വേണം അത് മാർക്ക് ചെയ്യുക മടക്കി അടിക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് ഹൈറ്റ് എത്ര വേണം, എത്രയാണോ സ്ലീവ് ലെങ്ത് അത് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഓക്കെ, അതേ മെഷർമെൻറ്റ് നമ്മൾ റൈറ്റ് സൈഡും എടുത്ത്, അതായത് തുറന്ന ഭാഗത്ത് 3.5 ഇഞ്ച് കൈക്കുഴിയുടെ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ആ 3.5 ഇഞ്ച് വരുന്നിടത്താണ് നമ്മൾ തുണിയുടെ വീതി എത്രയാണെന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ആ വീതി കണക്കാക്കാനാണ് ഞാൻ ചെയ്തത് 36 മീൻസ് ബ്രസ്റ്റ് റൗണ്ട് എത്രയാണോ, ഇപ്പോൾ 40 ഇഞ്ചാണ് ബ്രസ്റ്റ് റൗണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ എത്ര വരും, 44. അതിൻ്റെ 4/1 എത്രയാണ്, 11. ഈ 11 മാർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് സ്ലീവ് റൗണ്ട് തയ്യൽ തുമ്പ് പ്ലസ് തയ്യൽ തുമ്പ്, ഇത്രയാണ് സാധാ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഈ വീതി കണക്കാക്കാനായിട്ട് വേറൊരു മെത്തേഡും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് ആം ഹോളില്ലേ, ബ്ലൗസിൻ്റെ ബാക്ക് ആം ഹോൾ ഉണ്ടല്ലോ, ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ, അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കുക.
1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഹൈറ്റ് എത്രയാണോ വേണ്ടത് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പ് ആം ഹോളിൻ്റെ ഷേപ്പ് കിട്ടും. ഇത് 28 ഇഞ്ച് ബ്ലൗസിൻ്റെ ആണ്, അതാണ് ഇതുവരെ വന്നത്. അങ്ങനെ കിട്ടും. അങ്ങനെയും നമുക്ക് നോക്കാം. ബാക്ക് പാർട്ടിൻ്റെ, കൈക്കുഴിയുടെ ബാക്ക് പാർട്ട് വലിച്ചു പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൈയിൻ്റെ വീതി നോക്കാം. അതിനേക്കാളും എളുപ്പം ഈ ഒരു മെത്തേഡാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായവർ രസമെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.